ഒടുവിൽ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ സമാധി കല്ലറ തുറന്നു. കല്ലറയിൽ ഇരിക്കുന്ന വിധത്തിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി നിലവിൽ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത്തരത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളം സജീവമായി ചർച്ച ചെയ്ത പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം, പല ദുരൂഹതകളുടെയും പിന്നിലെ സത്യാവസ്ഥയുമൊക്കെ അധികം വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടത്തിലൂടെ തെളിയും. ഗോപൻ സ്വാമിയുടെ ഭാര്യയും 2 മക്കളും നൽകിയ ഹർജിയിൽ കല്ലറ പരിശോധിക്കാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് പോലീസ് കല്ലറ പൊളിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. വിവാദ സമാധി കല്ലറ തുറക്കാൻ പോലീസിന് അധികാരമുണ്ടെന്നായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല, നെയ്യാറ്റിൻകര ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കുമെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. തുടർന്നാണ് ഇന്ന് പുലർച്ചെ പോലീസ് സംഘം നെയ്യാറ്റിൻകര അതിയന്നൂർ ആറാലമൂട്ടിലെ ഗോപൻ സ്വാമിയുടെ വീട്ടിലെത്തി കല്ലറ തുറന്ന് ഫോറൻസിക് വിദഗ്ധരുടെയും മേൽനോട്ടത്തിൽ മൃതദേഹം പുറത്തെടുത്തത്. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കല്ലറ പൊളിക്കുന്നതിനായി പുലർച്ചെ തന്നെ സ്ഥലത്തെത്തിയത്. തുടർന്ന് തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡ് സ്ഥലത്തെത്തുകയും കല്ലറ തുറക്കുന്നതിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. കല്ലറ തുറക്കുന്നതിന്റെ സമീപം നിൽക്കാൻ തന്നോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നിരസിക്കുകയായിരുന്നുവെന്ന് ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മാധ്യമങ്ങൾക്കും സമാധി സ്ഥലത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഇതിനു മുൻപ് കല്ലറ തുറന്ന് പരിശോധിക്കാൻ സബ് കളക്ടറുടെയും RDOയുടെയും നേതൃത്വത്തിലുള്ള സംഘം ശ്രമം നടത്തിയെങ്കിലും കുടുംബത്തിന്റെയും ഹിന്ദു സംഘടനകളുടെയും ചില പ്രദേശവാസികളുടെയും ഒക്കെ ശക്തമായ പ്രതിരോധങ്ങളുടെ ഭാഗമായി താൽക്കാലികമായി പോലീസിന് ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ സമാധി വാർത്തയെത്തുമ്പോൾ ആ വാർത്തയുടെ തലം ഇപ്പോഴുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. തൻ്റെ സമാധി മുൻകൂട്ടി കാണുന്നൊരു പിതാവ് BP-യുടെയും മറ്റും മരുന്നുകൾ കഴിച്ച് സമാധി സ്ഥലത്തേക്ക് നടന്നു പോകുന്നു, ധ്യാനത്തിൽ മുഴുകുന്നു. മകൻ പിതാവ് മുൻകൂട്ടി പറഞ്ഞേൽപ്പിച്ചത് പ്രകാരം പിതാവിൻ്റെ സമാധി സഫലമാക്കാൻ പൂജാകർമ്മങ്ങൾ മണിക്കൂറുകളോളം ചെയ്യുന്നു. ആത്മാവ് ഈശ്വരനിലേക്ക് ലയിക്കുന്ന സമാധി ഉറപ്പാക്കി പിതാവിൻ്റെ പ്രാണൻ അല്ലെങ്കിൽ ആത്മാവ് വിട്ടുപോയെന്ന് മനസ്സിലാക്കിയ മകൻ അദ്ദേഹത്തിൻ്റെ സമാധി കോൺക്രീറ്റ് സ്ലാബ് അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പ്രത്യേക കൃഷ്ണശിലയും നപുംസക ശിലകളും ഒക്കെ ഇട്ട് മൂടുന്നു. ചെറിയ നർമ്മവും കൗതുകവുമെല്ലാം തോന്നുന്ന ഒരു വാർത്ത. എന്നാൽ ആ സ്ഥലത്തേക്ക് പോയി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തയാൾ എന്ന രീതിയിൽ ഞാൻ കണ്ടറിഞ്ഞ അനുഭവിച്ച ഈ വാർത്തയുടെ തലം തികച്ചും വ്യത്യസ്തമായിരുന്നു. അടിമുടി ദുരൂഹതകൾ, മാധ്യമങ്ങൾക്ക് പോലും ഓരോ കുടുംബാംഗങ്ങളും നൽകുന്ന മൊഴിയിലെ വൈരുദ്ധ്യം, സാധാരണ മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം സൂപ്പർസ്റ്റീഷ്യസ് ആയുള്ള പ്രതികരണങ്ങൾ. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് തങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ സമാധി കർമ്മങ്ങൾ അല്ലെങ്കിൽ മരണാനന്തര കർമ്മങ്ങളൊക്കെ ഏത് രീതിയിൽ ഏത് വിശ്വാസപ്രകാരം നടത്തണമെന്നുള്ളതിൻ്റെ എല്ലാ അവകാശങ്ങളും അവർക്കുണ്ട്. അത് സത്യം തന്നെയാണ്, അത് നിഷേധിക്കുന്നുമില്ല. പക്ഷേ അത്തരം എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും അതിനെ ഒരു മറയാക്കി എന്തെങ്കിലും ഒരു ക്രിമിനൽ ഒഫൻസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ഒരു രീതിയിലും നമ്മുടെ ഭരണഘടനയോ നിയമമോ അനുവദിക്കുന്നില്ല. അത്തരത്തിൽ വ്യക്തമായ നിയമ സംവിധാനങ്ങളും നിയമവാഴ്ചയുമുള്ള ഒരു സംസ്ഥാനത്താണ്, ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന ബോധ്യം നമ്മൾക്കുണ്ടാകണം. ആദ്യഘട്ടത്തിൽ ഈ ഒരു കാര്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രതികരണം തേടുമ്പോൾ ഇത് തങ്ങളുടെ പിതാവിൻ്റെ ആഗ്രഹമല്ലേ, അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥലത്തല്ലേ പിതാവിൻ്റെ സമാധി കല്ലറ കെട്ടിയിരിക്കുന്നത്, അതിൽ നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും അല്ലെങ്കിൽ പോലീസിനുമൊക്കെ എന്ത് കാര്യമെന്നായിരുന്നു കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ചും മൂത്ത മകനായ സനന്ദനും ഇളയ മകൻ രാജസേനനുമൊക്കെ മാധ്യമങ്ങൾക്ക് കൊടുത്ത പ്രതികരണങ്ങളുടെ ഒരു രീതി. പക്ഷെ പിന്നീട് ആ പ്രതികരണങ്ങളുടെ തലമൊക്കെ മാറി തുടങ്ങി. അത് തീവ്രമായ ഒരു ഹിന്ദു വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും ഒക്കെ കൂട്ടുപിടിച്ച് മറ്റു മതസ്ഥരെയും പ്രതിസ്ഥാനത്തേക്ക് വെക്കുന്ന ഒരു തലത്തിലേക്ക്, ഒരു വർഗീയ പരാമർശങ്ങളിലേക്ക് തലത്തിലേക്ക് ആ കാര്യങ്ങളൊക്കെ മാറി. എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു പരാതി പോലീസിന് മുന്നിൽ എത്തുന്നത് വിശ്വംഭരൻ എന്ന് പറയുന്ന ഈ കുടുംബത്തിൻ്റെ ഒരു ബന്ധു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, വ്യത്യസ്ത മതത്തിലുള്ള ഒരുപാട് ആളുകൾ ഒരു മാസ് പെറ്റീഷൻ, അതായത് ആ ഒരു പ്രദേശവാസികളിലെ ഒരു ബഹുഭൂരിപക്ഷം അടങ്ങുന്ന ആൾക്കാർ ഒപ്പിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര പോലീസ് ആദ്യഘട്ടത്തിൽ ഒരു മാൻ മിസ്സിങ്ങിനാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്.
ആ രീതിയിൽ വലിയ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ കല്ലറ പൊളിക്കും എന്നുള്ള ഒരു ഉറപ്പിന്റെ മുകളിലാണ് പോലീസും സംഘവും ഒക്കെ അവിടേക്ക് എത്തിയത്. പക്ഷേ വലിയൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി ഇത് മാറുന്ന ഒരു തലം കണ്ടുകൊണ്ട് താൽക്കാലികമായി പോലീസ് പിന്മാറുകയായിരുന്നു. എന്തായാലും ഈ ഒരു സമാധി വിവാദം അല്ലെങ്കിൽ ഇത്തരം ഒരു കേസ് കേരളത്തിന് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം, അല്ലെങ്കിൽ ഞാൻ സ്വയമേ അവിടെ അനുഭവിച്ചറിഞ്ഞൊരു കാര്യം, ഈ കാര്യത്തിൽ പോലീസ് അടക്കമുള്ള ഉന്നത അധികാരികൾ കാണിച്ച ഒരു സംയമനമാണ്, അല്ലെങ്കിൽ ആ ഒരു പക്വതയാണ്. പല ഘട്ടത്തിലും അവിടെ കൂടി നിൽക്കുന്ന പല ആൾക്കാരും, പ്രത്യേകിച്ച് വിശ്വാസികളൊക്കെ, ഇനി ശ്രീനാരായണ ഗുരുവിന്റെ സമാധി പൊളിക്കാനൊക്കെ നിങ്ങളൊക്കെ പോകുമോ എന്നൊക്കെ പോലീസിന്റെ മുൻപിൽ നിന്ന് തന്നെ ആക്രോശിക്കുന്നതും പോലീസിനെ പരിഹസിക്കുന്നതും വെല്ലുവിളിക്കുന്നതും ഒക്കെ കണ്ടതാണ്. അപ്പോഴാണ് നമ്മുടെ പോലീസിന്റെ ഒരു മിതത്വത്തിന്റെയും പക്വതയും ഒക്കെ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. പക്ഷെ എന്തായാലും ഈ ഒരു കേസിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം ഊട്ടിയുറപ്പിക്കുന്നുണ്ട്: ഒരു വിശ്വാസവും ഒരു ആചാരങ്ങളും ഒരു ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ മുകളിലല്ല. അത്തരത്തിൽ കൃത്യമായ ഒരു പരാതി കിട്ടുകയാണെങ്കിൽ ആ ഒരു മരണത്തിൽ, ഏതൊരു വ്യക്തിയുടേതാവട്ടെ, ആ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ട്, അല്ലെങ്കിൽ അത്തരം വ്യാപകമായ പരാതികൾ ഉന്നയിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു റിട്ടേൺ പെറ്റീഷനായൊക്കെ പോലീസിന് മുൻപിൽ എത്തുമ്പോൾ അത് അന്വേഷിക്കേണ്ട കൃത്യമായ ബാധ്യത പോലീസിനും ഭരണകൂടത്തിനുമുണ്ട്. അതിനെ അല്ലെങ്കിൽ അതിനെ ആചാരങ്ങളിലേക്ക് ഒരു കൂട്ടുപിടിച്ച് അതിൻ്റെയൊക്കെ ഒരു മറ കൊണ്ട് പല ദുരൂഹതകളുമൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് എല്ലാ കല്ലറകളും അല്ലെങ്കിൽ എല്ലാ ദുരൂഹതകളും നീക്കാൻ പോലീസിനും നിയമവ്യവസ്ഥയ്ക്കും ഇവിടെ നട്ടലുണ്ട് എന്ന് ഉറപ്പാക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു മൃതദേഹം, അതായത് ഗോപൻ സ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഒരുപക്ഷെ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ പൂർത്തിയാകും എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അത് ഏത് രീതിയിലാണെങ്കിലും ഒരുപക്ഷെ ഈ മരണത്തിൽ ദുരൂഹത ഇല്ല എന്ന് പോലും കണ്ടെത്തുകയാണെന്നിരിക്കട്ടെ എങ്കിലും, അല്ലെങ്കിൽ ദുരൂഹതയുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിലും, രണ്ട് രീതിയിലും ഒരു പൊതുസമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അതായത് സുതാര്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ സുതാര്യമായിരിക്കണം, അല്ലെങ്കിൽ ഒരു മരണം രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലാണ് അത് ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിക്കേണ്ടത്, അല്ലെങ്കിൽ ഡോക്ടർ വന്ന് അതെ ഒരു വ്യക്തിയുടെ ജീവൻ പോയെന്ന് ഉറപ്പാക്കേണ്ടത് ഡോക്ടറുടെ ഉത്തരവാദിത്തത്തിൽ കൂടിയാണ്. ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു സന്ദേശമാണ് സമൂഹത്തിൽ ലഭിക്കുന്നത്. ഒരുപക്ഷെ ദുരൂഹത ഒന്നുമില്ലെങ്കിൽ തന്നെയും ആ കുടുംബത്തിന് ഇനിയും ഒരു അച്ഛനെ കൊന്നയാൾ, അല്ലെങ്കിൽ അച്ഛനെ കൊന്ന മക്കൾ എന്നൊക്കെയുള്ള ലേബൽ പേറി കഴിയേണ്ട ഒരു അവസ്ഥയിൽ നിന്നും വ്യത്യാസമുണ്ടാകും. സത്യം പുറത്തു വരും. അല്ലെങ്കിൽ ഇതിലൊരു ദുരൂഹത ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ വിശ്വാസത്തിന്റെയും ആചാരങ്ങളും ഒക്കെ പാലിക്കാനും അല്ലെങ്കിൽ അതൊക്കെ നിറവേറ്റാനുമുള്ള എല്ലാ റൈറ്റും എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് എന്ന് പറയുന്നതിനൊപ്പം അത്തരത്തിൽ ഒരു ക്രിമിനൽ ഒഫൻസുകൾക്കും വിശ്വാസങ്ങളിലെയും ആചാരങ്ങളിലെയും കൂട്ടുപിടിക്കാൻ പാടില്ല. അത്തരത്തിൽ സത്യം തെളിയുകയാണെങ്കിൽ എത്ര വലിയ പ്രതിരോധങ്ങളും ഭേദിച്ചുകൊണ്ട് അത്തരം പ്രതികളിലേക്ക് പോലീസും നിയമവ്യവസ്ഥയും എത്തും എന്നുള്ളൊരു വലിയ സന്ദേശം കൂടി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഈ ഒരു കേസ് നൽകും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥയ്ക്ക് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഒരു വലിയൊരു വിവാദങ്ങളുടെ ചുരുളഴിയാൻ ഇനി കുറച്ച് സമയങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. കേരളം ഇന്നോളം കേട്ടുകേൾവിയില്ലാത്ത വലിയൊരു സമാധി വിവാദത്തിന് അന്ത്യമുണ്ടാകാൻ പോവുകയാണ്. അത്തരത്തിൽ സത്യം വിളിച്ചു പറയാനായി ഗോപൻ സ്വാമിയുടെ മൃതദേഹം നിലവിൽ ഈ ഒരു ഇൻക്വസ്റ്റ് ടേബിളിൽ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ടേബിളിന് മുകളിലാണ്. ആ ഒരു സത്യം പുറത്തു വരാനായി ഇനി അധികം താമസമുണ്ടാകില്ല. അത്തരത്തിൽ എല്ലാ ദുരൂഹതകളും നീങ്ങും എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.